പ്രിയപ്പെട്ടവരെ, ഞങ്ങളിന്നിവിടെ നിൽക്കുന്നത് ആദവനാട് പഞ്ചായത്തിൽ കുറുമ്പത്തൂർ വില്ലേജിൽ പെട്ട വാർഡ് 22 തിരുനാവായ റൂട്ടിൽ ഉൾക്കൊള്ളുന്ന സർക്കാർ 80 സെൻറ്റ് സർക്കാർ ഭൂമിയിലാണ്. ഈ ഭൂമിയിലാണ് ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞ മാർച്ച് 1 ഒരു ഉത്തരവിറക്കിയ പ്രകാരം ആദവനാട് പഞ്ചായത്തിൻ്റെ കരമാലിന്യ സംഭരണ പ്ലാന്റ് ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ സംഭരണശാല ആരോഗ്യത്തിനും അതുകൂടാതെ സുരക്ഷയ്ക്കും ഭീഷണിയാണ്. ഇതിനോട് തൊട്ടുചാരിയിട്ടാണ് 100 മീറ്റർ പരിധിയിനുള്ളിൽ ഒരു പമ്പ് സ്ഥിതി ചെയ്യുന്നത്, ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്, തൊട്ടടുത്ത് അംഗനവാടി, മദ്രസ, പാരൽ കോളേജുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ 1 കിലോമീറ്റർ റേഡിയേഷൻ്റെ ഉള്ളിലാണ് 3 പെട്രോൾ പമ്പുകൾ നിലകൊള്ളുന്നത്. ഒരു തീപിടുത്തമുണ്ടായാൽ, ഇപ്പോൾ നാം ഇതിൽ കേട്ടതാണ്, ഒരു തീപിടുത്തമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം വ്യാപകമാവും എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. പുത്തനത്താണി ടൗണിൽ നിന്നും വെറും 200 മീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ. അതുപോലെ ജനനിബിഡമായിട്ടുള്ള ലക്ഷം വീട് കോളനി ഉൾപ്പെടെ ഈ പ്രദേശത്തോട് തൊട്ടുരുമി നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഈ സ്ഥലത്ത് ഇതുപോലുള്ള സംരംഭങ്ങൾ കഴിവതും കൊണ്ടുവരാതിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ജനനിബിഡമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇത് മാറ്റി സ്ഥാപിക്കണമെന്നും ആദവനാട് പഞ്ചായത്ത് ഇതിൻ്റെ തുടർ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് കൂടെയുള്ളത് ആദവനാട് പഞ്ചായത്ത് വാർഡ് 22 മുസ്ലിം ലീഗ് നേതാക്കളായിട്ടുള്ള സെക്രട്ടറി ബാവ സാഹിബ്, പൊട്ടങ്ങൽ മൊയ്തീൻ സാഹിബ്, പ്രദേശവാസിയായി യൂത്ത് ലീഗ് ഭാരവാഹിയായിട്ടുള്ള ഷൗക്കത്ത് ഇവരാണുള്ളത്. ഇതിൻ്റെ എല്ലാ പോരാട്ടങ്ങൾക്കും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രദേശവാസികളോട് ഞങ്ങൾ അറിയിക്കുകയാണ്. അത്ര മതി.